സാർ നമ്മുടെ ഹരീഷിനെ പോലെ ഒരാള്. എന്തിനാണ് വണ്ടി സ്ലോ ചെയ്ത്? നമ്മുടെ കാറി കയറ്റിക്കൊണ്ട് പോയാലോ? ആ അവന്റെ തലയിലെടുത്ത് നടു റോഡിൽ കൂടെ ഓടണമെന്നായിരിക്കാം. ഹലോ. ഹലോ സാർ, രാജശേഖരൻ സാർ. ഓട്ടം കണ്ടില്ലേ, ആരെ തോൽപ്പിക്കാനെന്ന പോലെ. പക്ഷെ PT ഉഷ അക്കാദമിയിൽ സെലക്ട് ചെയ്തു. അവർ ഒളിമ്പിക്സിൽ പോയി ഓടുകയും ചെയ്തു. ഇവൻ ഓടുന്നത് എങ്ങോട്ടാണാവോ? നന്നായി ഓടട്ടെ. ഓസിന് കഴിച്ച ശാപ്പാടൊക്കെ അപ്പോഴേ ദഹിക്കോളൂ. സാർ. സരോജിനി, സരോജിനി, സരോജിനി. ആരടാ അത്? ഒരു ഡീസൻസി ഇല്ലാതെ വിളിച്ചു പോകുന്നത്. ചേച്ചി. ചേട്ടാ വരണം 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 ചേട്ടാ. അവനെയും കുറിച്ച് കൂടുന്നുണ്ടോന്നൊരു സംശയം. സരോജിനി ഇവിടെ തന്നെയല്ലേ ഉള്ളത്? കോമഡിയാടാ. അതേന്നാ തോന്നുന്നത്. ചിരി വരുന്നില്ല കേട്ടോ. ചേച്ചി, സരോജിനി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സത്യം പറ. സരോജിനി ഇവിടെ ഉണ്ടാവാം, ചിലപ്പോ ഇല്ലാതെ ആവാം ചേട്ടാ. അയ്യോ, ശ്വാസം വിടാതെ ഇങ്ങനെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കല്ലേ. നീയാ എന്റെ ചേച്ചി, ഞാൻ നിന്റെ അനുജനാ. 3 മിനിറ്റിന് ശേഷം ഞാൻ ജനിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ചേട്ടാ ചേച്ചിയാവുന്നേ? വിവരമില്ലാതെ സംസാരിക്ക. ആദ്യം ജനിച്ച ആളാ മൂത്തത്. നീ എന്റെ ചേച്ചിയാ. അതെ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ സരോജിനി ഇറക്കി വിട്. സരോജിനി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താ വള്ളിക്കെട്ട് കേസാണല്ലോ. സാർ അങ്ങോട്ട് നോക്കിയേ. ആ നിൽക്കുന്ന പിന്നെ ആരാ? സരോജിനി ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സരോജിനി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവരുടെ കൂടെ ചേർന്ന ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഗതികേട് നിനക്കും ഉണ്ടാവും. ഹലോ, എന്താ വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. ചേട്ടനൊന്നും ഞാൻ നോക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ തലയിടണ്ട. പിന്നെ ഞാൻ വന്ന് വിളിച്ചാലേ നീ വരൂന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു അല്ലേ? വിളിച്ചിരിക്കുന്നു. വാ നമുക്ക് പോവാം. എന്തൊരു ഉഷാറ്. ദേവു, നീ വന്നു നന്നായി. അയ്യോ, എന്തൊരു സ്നേഹം. ഇനി എങ്ങനെ ഉരുക്കൊണ്ടു പോകും? അതെ, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, അടുത്ത ആഴ്ചയാണ് ഞങ്ങളുടെ വിവാഹ വാർഷിക ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. അതിന് CM നെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ സമയം നോക്കിയാൽ നിന്റെ അമ്മ ഇവരുടെ കൂടെ ചേർന്ന് തോപ്പിക്കാൻ നോക്കുന്നത്. ഓ അപ്പൊ ഇതാണ് കാര്യല്ലേ? പറഞ്ഞ എങ്ങനെയാ പറഞ്ഞേ? പ്രസ്റ്റീജ് പോവെന്ന് വിചാരിച്ചു വന്നതാ, അല്ലാതെ ഫീലിങ്സ് ഒന്നും അല്ല. നീ മിണ്ടായിരിക്കെ, ഞങ്ങൾ പറയട്ടെ. എന്താ സരോജിനി, ഞാൻ നിന്നോട് ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അല്ലെ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ കണ്ടവരെ വാക്കും കിട്ടിവിടെ നിൽക്കുന്നത്? ആരാ കണ്ടവരെ? കൂടുതൽ സംസാരിക്കണ്ട. നോക്ക്, ഇതൊക്കെ ചെയ്താലേ തെറ്റുള്ളൂ. ഇത്രയും നാളും എന്നെ ഒരു വേലക്കാരിയെ പോലെയല്ലേ കണ്ടത്. എനിക്കും കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണം. ശരി, എല്ലാം പറഞ്ഞ പോലെ. ഇപ്പൊ വാ പോവാ. അതെ, മര്യാദയ്ക്ക് കൈയെടുത്തേ. ഭാര്യക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ തുറന്നത് നിയമപ്രകാരം തെറ്റാ. ഇങ്ങോട്ട് മാറി നിക്ക. നീ വലിയ നിയമമൊന്നും പറയണ്ട. എല്ലാത്തിനും കാരണം നീയാ. അതെ, ഞാനാണ് കാരണം. ഇവള് ദേഷ്യപ്പെട്ടതിന് ഞാനാ കാരണം. അന്ന് അവള് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നില്ലേ? ദേ എല്ലാത്തിനും ആ ചെറുക്കനാ കാരണം. നീ മാത്രം എല്ലാത്തിനും കേമന. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. നീ എന്ത് ചെയ്യടാ? നീ പോടി. പോടിയോ? എന്തേ? നീ ഡാ ചേർത്ത് വിളിക്കുമ്പോ എനിക്ക് ഡി ചേർത്ത് വിളിച്ചൂടെ? മോളെ, ഈ അഹങ്കാരിയുടെ കൂടെ ചേർന്ന് നിനക്കും ഭ്രാന്തോ? നീ വാ പോവാ. അവിടെ വരില്ലെന്ന് അവരാരും നീയാണോ തീരുമാനിക്കുന്നത്? ചെമ്പം മുടിച്ചു. സാർ, ഞാൻ പറഞ്ഞല്ലേ, സാറിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമായിരുന്നു. സാർ, അമ്മയോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഞാൻ 25 വർഷം കൂടെ ജീവിച്ചവളോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? അവളെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നിന്റെ സഹായം വേണ്ട. അകത്ത് കയറണം സാർ. ഹാൻഡിൽ സാർ, ഞാൻ കാരണം പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ രണ്ടുപേരും ചേരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ കാര്യമായിട്ടാ സാർ. സാറേ, ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്താം. സാർ അകത്ത് പോയി ചേച്ചിയെ പൊക്കി എടുത്തോണ്ട് വാ. പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? എന്ത് പ്രശ്നം? ഇതിലെ പോണ്ട, പുറകെ കൂടെ പോ. ശരി, പുറകു വശത്തൂടെ പോവാൻ. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒന്ന് പോ. അയ്യോ അച്ഛാ, ഇങ്ങോട്ട് എന്തിനാ വന്നത്? അവിടെ എന്തൊരു ശബ്ദം? ഒന്നുമില്ല അപ്പച്ചി, കാട്ടീന്ന് ഒരു കുരങ്ങ്. കുരങ്ങനോ? കൊല്ലിഞ്ഞാൻ നിന്റെ അച്ഛനല്ലേ? അയ്യോ സോറി അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാ, എന്നോട് ക്ഷമിക്കണേ. ശരി. ഞാൻ അച്ഛനോട് ഫോൺ ചെയ്തെങ്കിലും സംസാരിക്കണമായിരുന്നു. കാട്ടീന്ന് വന്ന കുരങ്ങിനോട് സംസാരിച്ച് നിക്കിയ? അല്ല അപ്പച്ചി, ആ ഡിനോസർ ഇപ്പൊ വരും. അമ്മ എവിടെയാ? അവിടെ
അവിടെയാ. താങ്ക് യു. ഓക്കേ. ഒച്ചയുണ്ടാക്കിയ ദിനോസർ വരും. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഞാൻ പറയുന്നതെല്ലാം നീ കേട്ടില്ലെങ്കിലുണ്ടല്ലോ. ഉം? ഉമ്മ, ഉമ്മ, ഉമ്മ. ആ. പെണ്ണുങ്ങളുടെ കൂന്തലാൽ മതോന്മത്തനാകാനുള്ള നറുമണമുണ്ടെന്ന് തെളിയിക്കാൻ വന്ന ദേവതേ, ഈ ഗന്ധർവനെ വശീകരിക്കാനുള്ള മരുന്ന് നീ എവിടുന്നാണ് കണ്ടുപിടിച്ചത്? ഗന്ധർവനോ? അതെ, ഗന്ധർവൻ. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി എവിടെ നിന്നോ വന്ന ഗന്ധർവൻ. എന്റെ ലോകത്തിലേക്ക് സൗന്ദര്യവതിയായ നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ വരൂ കാവ്യദേവതേ. ഉമ്മ, ഉമ്മ. എന്താ നീ നോക്കുന്നേ? എന്റെ സൗന്ദര്യത്തിൽ നീ അത്രയ്ക്ക് മതിമറന്നു പോയ ദേവതേ. അത് ഗന്ധർവൻ എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ആ, ഈ അപ്സരസിനെ ഞാൻ ഗന്ധർവ ലോകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയി. നേരം പുലരുന്നത് വരെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങും ദേവതേ. അതിന്റെ ആവശ്യമില്ല. ഇവിടെ പള്ളിയറയുണ്ട്, തലയിണയുണ്ട്. തലയിണ പോലെ തന്നെയാണ് നീ എനിക്ക്. ഞാനും നിന്നോടൊപ്പം ചേർന്ന് നിന്റെ പനിനീർ മലരുതലിൽ മുത്തമിടുമ്പോൾ നിന്റെ കോപം, നിന്റെ പിടിവാശി എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം ഞാൻ... എന്താ? സ്നേഹത്തിനിടയിൽ ആവശ്യമില്ലാത്ത വെറുപ്പ് എന്തിനാ? മറക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യണം. അത് നിന്റെ കടമയാണ്. അയ്യോ, പറഞ്ഞു തരുന്നില്ല. ആരോട് ക്ഷമ പറയണമെന്നാ? നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നാണെന്ന് വിചാരിച്ചപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യം ഇതുവരെ പോയിട്ടില്ല. അത് ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതായിരുന്നു. അപ്പോഴേക്കും ഞാനൊരു മരമണ്ടിയാണെന്ന് വിചാരിച്ച് കൊണ്ടുപോകാൻ വന്നാണോ? പൊയ്ക്കോളൂ ഇവിടുന്ന്, പോകാൻ. ഞാൻ ക്ഷമിക്കണമെന്ന്. അത് സർവേനി, അത് പിന്നെ ഞാൻ ധൃതി കൂടി എന്തൊക്കെയോ നിന്നോട് പറഞ്ഞുപോയി. ഞാൻ എല്ലാം ആദ്യം തൊട്ട് പറയാം. അപ്പൊ ശരി, നീ ഉറങ്ങിക്കോ. ശബ്ദം ഉണ്ടാക്കി എന്റെ സ്വഭാവം മാറും. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ. എന്ത് പുല്ല് ചെയ്യും? തേൻ കലർന്ന മൊഴികൾ കേൾക്കാൻ ഈ ഗന്ധർവന്റെ മനസ്സ് വിങ്ങുമ്പോൾ ഈ വിഷം നിറഞ്ഞ വാക്കുകൾ പറയാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത് സരോജിനി? ആ രക്തരക്ഷസ് സീതയാണോ? പേടിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവളെ ശരിയായ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. ആരാടാ രക്തരക്ഷസ്? അല്ല, കാണ്ടാമൃഗം. ഈ കാണ്ടാമൃഗത്തിന്റെ അടുത്ത് നിന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. വാതിൽ തുറന്നു കിടന്ന ഞാൻ വരുവാടാ. അല്ല, അത് സ്നേഹബന്ധത്തിന്റെ പുറത്ത് പോടാ. പോവാൻ തന്നെ വന്നത്. എടാ, നിന്നെ കൊന്നു കളയും ഞാൻ. സരോജിനി, ആ വട്ട് കേസിന്റെ കൂടെ ചേരുന്ന ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. എടാ, ആർക്കടാ വട്ടെ? ഞാൻ അവളെ പൊക്കിക്കൊണ്ട് പോകുന്നു. നോക്കും. ആദ്യം നീ പൊക്കാൻ നോക്കാം, അതിനുശേഷം കൊണ്ടുപോകുന്ന കാര്യം. പോകൂടി. കൊന്നു കളയും. പോടാ. ഈ ദിനോസറിന്റെ വട്ടായി.